സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. സോ സോറി ഗൈസ്, ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക, കണ്ണാപ്പിയുടെ അവരുടെ ഫൈനൽസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മാച്ചിന് കുറച്ച് ഡ്യൂറേഷൻ കൂടിപ്പോയി, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. സോ സോറി. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എസ്ര ബ്രോ താങ്ക് യു സോ മച്ച്. 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ആദ്യത്തെ സൂപ്പർ ചാറ്റ്. അതുപോലെ ആരോൺ ബ്രോ ആദ്യത്തെ മെമ്പർഷിപ്പ്. അതുപോലെ ശ്രീകണ്ഠൻ ബ്രോ ആദ്യത്തെ മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇതെന്താടെ മൊത്തം ബ്രോ, ഒരവസ്ഥ പറ്റിപ്പോയതാണ്. ഫൈനൽസ് എന്ന് പറയുന്ന ഗെയിമിനകത്തുനിന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അത് കാണുന്നവർക്കറിയാം. അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന ബാനാണ്, അതുകൊണ്ടാണ് ഇറങ്ങി വരാനിരുന്നത്. സോ സോറി ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. വെൽക്കം എല്ലാവർക്കും. കിഡക്സ് ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ശ്രീക്കു ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ഡൊറാപ്പി ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. അമൽ ഫസീൻ ബ്രോ താങ്ക് യു സോ മച്ച് 14 months മെമ്പർഷിപ്പ്. ലവ് യു ബ്രോ. ലവ് യു ടു ബ്രോ. ഏതേ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ഹായ്. ഇന്ന് എല്ലാം വെച്ച് ഉറങ്ങാൻ പോകുമായിരുന്നു. കൽബ് കണ്ടോണോ? കണ്ടറ ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തന്നെയാണ്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ പറയുക, പ്രേമം, വീട്ടിൽ പിടിക്കുന്നു, ആത്മഹത്യ, ഇതൊക്കെ തന്നെ. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് നല്ല രീതിയിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത് നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇമോഷണലൊക്കെ ആയി. നല്ല പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ് കാണാത്തൊരു കണ്ടു നോക്ക്. കൽബ് നല്ല പടമാണ്. നല്ല റിവ്യൂ ആണ് എനിക്ക് പറയാനുള്ളത്. റെഡക്സ് ബ്രോ താങ്ക് യു സോ മച്ച് 40 പ്രസന്റ് സാർ. വെൽക്കം ടു സ്ട്രീം ബ്രദർ. മിസ് ചെയ്യണം, എത്ര ഡേ ആയി കണ്ടിട്ട്. സുസി എടാ, ഞാൻ നല്ല ലൈവ്, ഒരു ദിവസം ലൈവ് ആയിരുന്നുള്ളൂ. എല്ലാവരും ഡു ലൈക്ക് ഗൈസ്. അതെ എല്ലാവർക്കും വെൽക്കം. കിസ്മത്ത് പോലെ അതെ അതുപോലത്തേക്ക് ഒരു പടം, നല്ല പടം. ഫുഡ് കഴിച്ചോടാ? ഇല്ലടാ, ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഈ ഫൈനൽസ് ഇത്ര. സസ്പെൻഷൻ ഡേയ്സ് എന്താണെന്ന് പറഞ്ഞുതരാം ഗൈസ്. നമുക്ക് ഗ്യാങ് സസ്പെൻഷനാണ്, 2 ദിവസത്തോടെ ഉണ്ട്. ഗ്യാങ് സസ്പെൻഷനാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ലൈവിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അത് നിങ്ങളൊക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, സ്വർഗ്ഗരാജ്യത്തിൽ അഡ്മിൻസിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് അവന്മാരുടെ, അതായത് നമ്മുടെ രീതിയിൽ നന്നായിട്ട് നിൽക്കുന്ന അഡ്മിൻസിൻ്റെ കാര്യമല്ല പറഞ്ഞേ, കുറച്ച് അവന്മാരുടെ കാര്യം ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ട് തീരുമാനിക്കുക. നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാവും എന്ന് ഞാനൊരു കാര്യം ലൈവിൽ പറഞ്ഞിട്ടാണ് ആ ലാസ്റ്റ് ലൈവ് നിർത്തിയത്. അത് നിങ്ങളൊക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതെനിക്ക് പറയണമായിരുന്നു. ആൻഡ് ഞാനൊരു മാലിക് ഹലോ, ഞാൻ ലൈവിലാ ബ്രോ. അപ്പം ഇനിയും കുറച്ച് ആൾക്കാരുണ്ട് അതിൽ, നിങ്ങൾക്ക് മനസ്സിലാവും. അണ്ണാ, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾക്ക് ആക്സിഡൻ്റ് ആയി. അവൾ ആരോട് സംസാരിക്കണില്ല. അവളുടെ അമ്മയോട് പോലും ഒരു മിണ്ടുന്നില്ല. ഞാനിപ്പം അവിടെ പോയപ്പോൾ അവളോട് സംസാരിക്കാൻ വന്ന് അവരാരും സംസാരിച്ചില്ല, എന്നെ പുറത്താക്കിയെന്ന്. അമ്പോ, അയ്യോ ബ്രോ, ഞാൻ അതിലെന്ത് പറയാനാണ്. എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ. എല്ലാം ഓക്കെ ആവും ബ്രോ, എല്ലാം ഓക്കെ ആവും. ക്യാറ്റോ ബ്രോ താങ്ക് യു സോ മച്ച് 40 റുപ്പീസ്. ലവ് ടു ബ്രോ. സിയാൻ ബ്രോ താങ്ക് യു സോ മച്ച് 40. സൈ ബ്രോ താങ്ക് യു സോ മച്ച് 40 ഗൈസ്. നമുക്ക് ഇപ്പോൾ പറയാം. ഞാൻ SCO ബ്രോ താങ്ക് യു സോ മച്ച് 40. അണ്ണാ, മരുന്ന് സെറ്റല്ലേ? എടാ, മരുന്ന് സെറ്റ് സാധനം. ഞാൻ പിന്നെ തുമ്മിയിട്ടേ ഇല്ല, ജീവിതത്തിൽ ഇതുവരെ തുമ്മിയിട്ടില്ല. പിന്നെ കക്കാശി അണ്ണാ, KCC ടൂർണമെൻറ്റ് അപ്ഡേറ്റ്. എടാ, KCC ടൂർണമെൻറ്റ് ഞാനല്ല കളിക്കുന്നത്. അണ്ണാ, എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? വാസുവിൻ്റെ വരാത്ത താടി. നിന്നെ എനിക്ക് മിസ് ചെയ്യുന്നില്ല. നീ ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട്, മനസ്സിലായോ? നീ ഇനി വന്നിട്ട് വേറെ ഇതൊന്നും ഉണ്ടാക്കണ്ട. നീ ഇനി വന്ന് എനിക്ക് ഇച്ചിരി ഗ്ലാമറൊക്കെ കൂടിപ്പോയി എന്തിനു ചെയ്യാൻ പറ്റും? നീ വരണ്ട. നിന്നെ ഞാൻ മിസ് ചെയ്യുന്നില്ല, മനസ്സിലായോ? അച്ചു ആദർശ് ബ്രോ താങ്ക് യു സോ മച്ച് ഗൈസ്. പിന്നെ ഒരു അപ്ഡേഷൻ കൂടെ തരാനുണ്ട്. അതായത് ലാസ്റ്റ് ലൈവിൽ നമ്മുടെ അതായത് കേരളാസ് ബെസ്റ്റ് നെറ്റ്വർക്ക്, കേരള വിഷന് ഒരു ചെറിയൊരു ഡൗൺ വന്നായിരുന്നു. ആ ഡൗൺ വന്നതെന്ന് പറഞ്ഞാൽ ഗൈസ്, അവർ പുതിയൊരു ഹൈ സ്പീഡ് നെറ്റ്വർക്ക് നാസയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അപ്ഡേഷനിൽ പെട്ടെന്ന് വന്നൊരു ചെറിയ ഡിലേ ആണ്. അപ്പോൾ കേരള വിഷനിൽ നിന്ന് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അത് ഒരു ചെറിയ സ്ലൈറ്റ് ഡിലേ വന്നതാണ്, അതുകൊണ്ടാണ് ലൈവ് എൻഡായി പോയത്. ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ലെന്ന്. സ്റ്റിൽ കേരള വിഷൻ ദ ബെസ്റ്റ് നെറ്റ്വർക്ക് ഇൻ കേരള, പറയാതിരിക്കാൻ വയ്യ. ഇത് വണ്ട. റാൻ ബിജു ബ്രോ താങ്ക് യു സോ മച്ച് 20. അണ്ണാ, താര പ്ലസ് ഹെയ്ലി പ്ലസ് വാസു പൊളിക്കുമെന്നു. എടാ അനന്ത് ബ്രോ, എന്തിന് ഞാൻ അർഷഫ് ബി പ്രദീപ് ബ്രോ താങ്ക് യു സോ മച്ച് 29 റുപ്പീസ് ഒപ്പിച്ചാൽ. അണ്ണാ, തുണ്ട് കാണാൻ പോയേക്കുമായിരുന്നു, നോട്ടിഫിക്കേഷൻ കണ്ടു വന്നതാ. ചുണ്ണി ദാനം ചെയ്തവൻ. എടാ, ചുണ്ണി ദാനം ചെയ്തവൻ, നിനക്കത് നീ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാനോ നിനക്ക്? എടാ മിണ്ടാരടാ പേപ്പട്ടി. അണ്ണാ, എനിക്ക് എൻ്റെ കൊച്ചിനെ കണ്ടായിരുന്നു, അവളിവിടെ കാണുമെന്ന്. ഓ തുടങ്ങിയേട്ടാ,
അപ്പം മറ്റേ കൊച്ചിനെയും കൊച്ചപ്പനെയും ഒക്കെ തിരക്കി വരുന്ന കാര്യം നിർത്തിക്കോണേ ആ ഇറ്റാച്ചി എവിടെ? ഇറ്റാച്ചി പോയടാ. ഇറ്റാച്ചി അവരെ തിരിച്ചു പോയി. അവരെല്ലാം തിരിച്ചു പോയി. വന്നു. കൊണ കഴിഞ്ഞോന്നു? ഇല്ല, കൊണ കഴിഞ്ഞില്ല. അണ്ണ DC മീട്ടാക്ക് ഇന്ന് പേടിയാണോ കളിക്കുന്നത്? എടാ ഇന്ന് നമുക്ക് ഡിസ്കോ ട്രോൾസ് നോക്കിയാൽ പോരെ. ഇന്നൂടെ ഡിസ്കോ ട്രോൾസ് നോക്കിയിട്ട് സസ്പെൻഷൻ നാളെ കഴിയും. നാളെ തൊട്ട് കയറാമെന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. വിഷ്ണു വേജയ് ബ്രോ താങ്ക് യു സോ മച്ച് 29. അശ്വിൻ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ആർട്ടിഫയർ താങ്ക് യു സോ മച്ച് 40. ബ്രോ മെഡിസിൻ നെയിം എന്താ? അയ്യോ ആർട്ടിഫയർ ബ്രോ, ഞാൻ ആ മെഡിസിൻ പറഞ്ഞു തരില്ല. കാരണം അത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിലൂടെ കഴിക്കുന്നതാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് പോയി ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇസ്നോഫിൽസിനുള്ള മരുന്ന് ഇതാണ്. അപ്പോൾ അതെനിക്ക് വേറൊരാൾക്ക് മരുന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട സാധനമല്ല അത്. ഡോക്ടറിനെ കണ്ടിട്ട് വാങ്ങിക്കണം. ചന്ദ്രൻ്റെ 24 hour നോക്കണ ഏർത്താണ് WW. നോക്കാം ബ്രോ, നോക്കാം. ടോർക്ക് ഷോ താങ്ക് യു സോ മച്ച് 40 rupees. അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. നമുക്ക് ഡിസ്കോ ട്രോൾസ് നോക്കിയിട്ട് ഇന്നൂടെ ഡിസ്കോ ട്രോൾസ് നോക്കിയിട്ട് നാളെ കയറിയാൽ പോരെ. കാരണം ഗ്യാങ് സസ്പെൻഷനാണ്. വെറുതെ ഗൈസ് ഇവിടുത്തെ സിറ്റിസൺ ആയിട്ട് ഇവരെ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്തായാലും എവിടെ നിന്നൊക്കെയാണെങ്കിലും വള്ളി വരും. വെറുതെ പോയി ഇതാക്കാൻ വയ്യ. ആൻഡ് PDRP ഞാൻ കളിക്കാൻ തീരുമാനിച്ചു. ആൻഡ് നിങ്ങളുടെ അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, മറ്റേ വേലായുധം എന്ന് പറയുന്ന ക്യാരക്ടറിന് ആ സിറ്റിയിലുണ്ടായിരുന്ന പവർ ഇവിടെ പ്രതീക്ഷിക്കരുത്. ഇവിടെ കുറേ അവന്മാരുണ്ട് സിറ്റിയിൽ. അതുകൊണ്ട് എന്തുവാ ഞാൻ ആ ക്യാരക്ടറിനെ കുറച്ച് പവറൊക്കെ കുറച്ച് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ആക്ടിവിറ്റി കാണിച്ച് നമുക്ക് പയ്യെ പ്രൊമോഷൻസൊക്കെ മേടിച്ച് പോകാം. ഞാൻ അങ്ങനെ കളിക്കാൻ തീരുമാനിച്ചു. പറ്റുന്നവന്മാരൊക്കെ കളിക്കട്ടെ. വേറെ എനിക്ക് ഇതൊന്നുമില്ല. എനിക്ക് ആര് കുണച്ചാലും നമുക്ക് തിരിച്ചു കുണയ്ക്കാം. നമുക്കൊരു പ്രശ്നവുമില്ല. ഞാനത് എക്സെപ്റ്റഡ് ആയിട്ട് തന്നെ കളിക്കാൻ പോകണം. എക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ കളിക്കാൻ പോകുന്നു. മനസ്സിലായോ? കണ്ടതയോ ഗിദ്ദ ഗെയിമിംഗ് കളിച്ചത് താങ്ക് യു സോ മച്ച്. കണ്ടതിൽ വളരെ സന്തോഷം. ആദ്യം തന്നെ ഒരു വേദന എനിക്ക് ശാരീരികമായി ഉണ്ടായത് അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ പെണ്ണുമ്പിള്ളയെ കൊണ്ട് ഞാനിവിടെ ഇട്ടിച്ചിരുന്നു. ചാറ്റിൽ അവളെ കുറേ പേര് ആൻറ്റി അമ്മൂമ്മ എന്നൊക്കെ വിളിച്ച് കണ്ട് അവൾക്ക് വേദനയായി എന്ന്. ഗെയിമിംഗ് കൺസൾട്ടൻറ്റ് ബ്രോ, ഇവിടെ കുറേ മെസ്സേജുകളുണ്ട് ഗെയിം കൺസൾട്ടൻറ്റ് ബ്രോ. നിങ്ങളതല്ല, എന്നെ താടി വളരുന്നില്ലെന്ന് പറഞ്ഞ് എത്ര ഡൗണാണോ എനിക്ക് ചാറ്റി കിടന്ന് കിരിക്കുന്നത് അറിയോ? ഇമാരൊക്കെ വിഷങ്ങൾ. ഗബ്രിയേൽ ബ്രോ താങ്ക് യു സോ മച്ച് 100 ബ്രോ. ചക്രവടി പോവാം. എടാ നിന്നെ ഒരു 5-6 ദിവസമായിട്ട് സഹിക്കുമോ? എനിക്ക് വയ്യടാ കണ്ണാപ്പി. ഇപ്പോഴേ വയ്യ. OP ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച്. ഡെവിൻ ബ്രോ താങ്ക് യു സോ മച്ച് 100. ഈകളെ അറിയോ ഡെവിൻ ബ്രോ? കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇങ്ങോട്ട് കാണാനില്ല കേട്ടാ. ഇന്ന് ലൈവിൽ തെറി പറയാണ്ടിരുന്ന നെക്സ്റ്റ് ലൈവ് 100. റെഡ് എക്സ് ബ്രോ 40 rupees. ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ. കേരളത്തിൽ ഹലോ എന്താടാ ഇതുവരെ ഹെഡ്ഫോൺ ബ്രോ കേരളത്തില് അതായത് സീരിയൽ കാണുന്നതിനൊപ്പം TV-യിലിരുന്ന് കുടുംബ പ്രേക്ഷകരോട് കൂടി കാണാൻ പറ്റുന്ന ഏക ഒരു ലൈവ് എന്ന് പറഞ്ഞാൽ എൻ്റെയാണ്. മനസ്സിലായോ? ഞാൻ ഒരു സിമ്പിൾ മാത്സ് പ്രോബ്ലം തന്നാൽ ആൻസർ ചെയ്യുമോ? ദിവ്യ ഉറപ്പായിട്ട് 100 രൂപ തന്നിട്ട് എന്നോട് ചോദിച്ചാൽ അത് എങ്ങനെ പറയാം? ഞാൻ ഉറപ്പായിട്ടും ചേട്ടാ PUBG PC ടൈം എപ്പോഴാണ് ഉണ്ടാവുന്നത് ഗൈസ്? അത് പറഞ്ഞപ്പോഴാണ് നമ്മളെ അടുത്ത ഫൈനൽസിൻ്റെ സ്ട്രീമേഴ്സ് ബാറ്റിൽ ഇവൻറ്റിന് അവർ ഇൻവൈറ്റ് ചെയ്ത്. അപ്പോൾ ആ സെയിം ടീമിൽ ഒന്നുകൂടെ ഈ വട്ടം, കഴിഞ്ഞ വട്ടം Ash 2 ആയിരുന്നു, ഈ വട്ടം ഞങ്ങൾ Ash 1 അടിക്കും. ഈ വട്ടം ഞങ്ങൾ അടിക്കും ആ കപ്പ്, ഉറപ്പാണ്. അണ്ണാ ഇപ്പോൾ കയറിയാൽ എലി പ്ലസ് കുക്കു പ്ലസ് എലി ഉണ്ടോ? 40 rupees. എല്ലാവരും ഉണ്ടോ സിറ്റിയിൽ? കണ്ണാപ്പി അങ്ങനെയാണെങ്കിൽ സിറ്റി കയറിയിട്ട് തിരിച്ചു കൊണച്ചാലോ? എന്നാ സിറ്റി കയറി തിരിച്ചു പോടാ എന്റെ പിന്നിൽ പോ ബ്രോ. സൂര്യയെ പറ്റി വല്ലതും പറയുവോ? എനിക്ക് പട്ടി കുറച്ച് വല്ലതും പറയുവോ? എന്നെ പറ്റി കുറച്ച് പൊക്കി പറയുവോ? സൂര്യ എന്ന് പറഞ്ഞല്ലോ, നല്ലൊരു നടനാണ്, നല്ല മനുഷ്യനാ. അതായത് അവന്റെ പേരാടാ സൂര്യ. ആ സൂര്യ അല്ല, സൂര്യ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി നമുക്ക് 200 രൂപ തന്നിട്ട് പുള്ളിയെ പറ്റി പൊക്കി പറയാൻ പറഞ്ഞെങ്കിൽ പോലും പുള്ളി നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ഈ കാശ് കൊടുത്തിട്ട് ഈ മറ്റേ ഇത് ഈ ഫെയിം മേടിക്കുന്നവന്മാരില്ലേ, അവന്മാര് ചെറ്റകളാണോടാ കണ്ണാപ്പി? വെറും ചെറ്റകളാണ്. പറയാതിരിക്കാൻ പറ്റില്ല. എക്സ്പോഷർ ഒക്കെ വേണമെങ്കിൽ എന്തെങ്കിലും കഴിവൊക്കെ കാണിച്ചിട്ട് മറ്റേ നല്ല രീതിയിൽ ഇതാക്കണം. അല്ലാതെ വന്നിട്ട് ചുമ്മാ 100 രൂപ തന്നിട്ട് എന്നെ പൊക്കി പറയാൻ പറഞ്ഞ അല്ല. പിന്നെ ബ്രോ പറ്റിയല്ലേ, കണ്ണാപ്പിയുടെ കാര്യമാണ് ഞാൻ ഇവിടെ സംസാരിക്കണേ. അങ്ങനെ കുറച്ച് ഫുണ്ടോളുണ്ട്, അവരെ ഒന്നും
മൈൻഡ് പോലും ചെയ്യരുത്. എടാ എന്നാലേ ഒരു കാര്യം ചെയ്യും, കണ്ണാപ്പി സിറ്റി കയറി സിറ്റി വരാം ടേസ്റ്റ് മിസ് ചെയ്യുന്നുണ്ടല്ലേ. പണത്തിട്ട് വരുന്നു. ഞാൻ എല്ലാ ലൈവിലും വരുന്നുണ്ട്. ഈകളെ വിത്ത് സൂപ്പർ ചാറ്റ്. ഡെവിൻ ബ്രോ താങ്ക് യു സോ മച്ച് 100. അണ്ണാ രായൻ അണ്ണ എൻ്റെ ചാനൽ നെയിം എന്നോ അണ്ണാ രായൻ അണ്ണ എൻ്റെ ചാനൽ നെയിം. നീ എന്താ പറഞ്ഞു വിൻസ് GT? രായണ്ണന്റെ ചാനൽ നെയിം എന്താണ്? രായണ്ണൻ്റെ ചാനൽ നെയിം അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഷിബിൻ ഷാൻ ഗെയിമിംഗ്. അണ്ണൻ്റെ പൂട 40. അശ്വിനെ നാളെ ക്ലാസ് വരുമോ? തുടങ്ങിയേട്ടാ അവൻ്റെയൊക്കെ തുടങ്ങിയ 01234568 ഈ നമ്പേഴ്സ് റീഅറേഞ്ച് ചെയ്ത് തൻ്റെ ഫോൺ നമ്പർ ആക്കുമോ? അപ്പം എനിക്ക് ഡെയിലി വിളിക്കാമല്ലോ. നിന്റെ യഥാർത്ഥ പേരെന്തെന്ന് എനിക്ക് മനസ്സിലായിട്ടാ. നിന്റെ 100 രൂപ എന്നിട്ട് അടിച്ച തിരിക്കാം. 200 രൂപയ്ക്ക് നമ്പർ അടിച്ചോ. ഒരു നമ്പർ പോയിട്ട് സമാധാനമില്ല മനുഷ്യന്. 10 മിനിറ്റ് ലൈവ് ഡിലേ അയാൾ ചത്തുപോയോന്ന് വരെ ചോദിച്ച ആൾക്കാർ വിളിക്കണേ. അവൻ്റെ ഡോണി ബ്രോ സ്ട്രീം 40 രൂപ. ഡെബിൻ നിന്നെയോ അല്ലല്ലോ എന്നെ ആയിരിക്കും. ഇവരൊക്കെ രണ്ടുപേരെ എനിക്ക് തിരിഞ്ഞു പോകേട്ടാ എപ്പോഴും. സുസി ഗെയിമിംഗ് വെയിറ്റ് ബ്രോ താങ്ക് യു. അണ്ണ ഇനി എന്നാ കോട്ടയം വരുന്നേന്നോ? എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ വരാടാ. കോട്ടയം നല്ല സ്ഥലമാണല്ലേ? അതെ നല്ല സ്ഥലമാണ്. ഞങ്ങൾ നല്ല സ്ഥലമാണ്. ഞാൻ ഗൾഫിൽ നിന്ന് ഞാൻ എന്റെ പെണ്ണിന് അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്നു. അവൾ നാട്ടിലെ കശുവണ്ടി കണ്ടു പോയെണ്ണാന്ന്. എടാ എന്തൊരവസ്ഥ ആദർശ അതൊക്കെ എന്ത് അവസ്ഥയായിരിക്കല്ലേ? അണ്ടിപ്പരിപ്പൊക്കെ ആയിട്ട് വന്ന് നീ ഇവിടെ ഉണ്ടോ? അമ്മയോടൊന്ന് വിളിക്കാൻ പറയണേ. ദേ വന്നു കേട്ടാ. അഗസ്ത്യ ഷോ ബ്രോ വന്നു കേട്ടാ. തുടങ്ങിയേട്ടാ ഇവിടെ. ഹേ അണ്ണ ബെൻ ബ്രോ താങ്ക് യു സോ മച്ച് $100. ബെൻ ബ്രോ ഒന്ന് മെസ്സേജ് അയക്കണേ. നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം അണ്ണ ഞാൻ ഇന്ന് ജോലി റിസൈൻ ചെയ്തു ബെക്കാടി ബ്രോ. ഓക്കെ, അപ്പോൾ ഒരാളുടെ ജോലിയും കൂടെ പോയി. സഞ്ജു വിജയ് അണ്ണ അയ്യോ ഗെയിമിന് ടി വിയിൽ എടുക്കുമോ? അയ്യോ ബ്രോ ഇപ്പം ടി വിയിൽ ഒരു റിക്രൂട്ട്മെന്റും ഇല്ല. എന്താ നിൽക്കും കേസ്? ഞാൻ സിറ്റിയിൽ കയറിയിട്ട് ബാക്കി കോണ പറയാം, അതാണ് നല്ലത്. അണ്ണാ ഞാനെത്തി ലേറ്റ് ആയോ? മെട്രിക്സ് ഗെയിമിംഗ് ഇല്ല ലേറ്റ് ആയിട്ടില്ല. ഒരു ഇത് കൊണ തുടങ്ങിയതേ ഉള്ളൂ. ഇനിയല്ലേ മെയിൻ കളികളൊക്കെ. എന്തൊക്കെ കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കതാണ് മനസ്സിലാവാത്ത. നമ്മുടെ പോഡ്കാസ്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. നമ്മുടെ കണ്ണാപ്പിയുടെ എൻ്റെ പോഡ്കാസ്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡ് നാളെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. സിൽഫി ബ്രോ താങ്ക് യു സോ മച്ച്. ഡെബിൻ ബ്രോ ആൻഡ് ടോണി ബ്രോ എന്താ ഇവിടെ ഒരു ബഹളം? സിൽഫി ബ്രോ വെൽക്കം സ്ട്രീം. നാളെ നമ്മുടെ കണ്ണാപ്പിയുടെ എൻ്റെ പോഡ്കാസ്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അണ്ണനും മണ്ണനും. അതെ, അണ്ണനും മണ്ണനും. അതാണ് നമ്മുടെ ഇതിന്റെ പേര്. ചുമ്മാ നല്ല പേര്. വേറെ കിടിലം പേരൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മള് എല്ലാ ഇതൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ചൂച്ചായി 100 രൂപീസ്. വാസുണ്ണ സുഖമാണോ? ചൂച്ചായി ബ്രോ സുഖമാണ്. കണാപ്പി ചൂച്ചായി നല്ല പയ്യനല്ലേ? നല്ല പയ്യനല്ലാണ്. നല്ല പയ്യനല്ലേ? വെൽക്കം ടു സ്ട്രീം ബ്രോ. വെൽക്കം. എനിവേ അവനിക്ക് ഇപ്പോഴും ഉണ്ടോ? ആരവനോ? എടാ നിന്റെ അച്ഛന്റെ പ്രായമുണ്ട് പുള്ളിക്ക്. നിന്റെ അച്ഛൻ്റെ പ്രായത്തിലല്ലോ കൊടുക്കേണ്ടത്. കണ്ണാപ്പിയുടെ അഭിപ്രായത്തിൽ എന്തിനടിസ്ഥാനത്തിലാ റെസ്പെക്ട് കൊടുക്കുന്നത്? അണ്ണാ നമ്മള് ഹ്യൂമൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുവോ നീ? ഇല്ല അങ്ങനെ എല്ലാവർക്കും ഞാൻ റെസ്പെക്ട് കൊടുക്കൂലണ്ണാ. ഡെവിൻ ഇനിയും മാറോ നെയിം വന്ന് ഡെവിൻ ബ്രോ. അത് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഡെബിൻ ടോണി ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ഇതാ. അർജുൻ കൃഷ്ണ ബ്രോ താങ്ക് യു സോ മച്ച്. ജീത് കിരൺ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. MXHD അലക്സ് ബ്രോ താങ്ക് യു സോ മച്ച് 20 രൂപീസ് സൂപ്പർ ചാറ്റ്. എല്ലാവർക്കും വെൽക്കം. ഗൈസ് എല്ലാവരും ഡു ലൈക്ക് 11K വാച്ചിങ് 7000 ലൈക്ക്. വെരി ബാഡ്, വെരി ബാഡ്. ഞാൻ ബീഡി കയറണോണ്ടാണ് കൂട്ടിന്. സിഗരറ്റ് ആഫ്റ്റർ മോമോ Canadian $6.9. താങ്ക്സ് ഫോർ കമ്മിങ് ലൈവ്. DBH നിങ്ങളുടെ ലൈവ് സ്ട്രെസ് ബസ്റ്റർ ആണ്. താങ്ക് യു സോ മച്ച് ബ്രദർ, മീൻസ് എലോട്ട്. താങ്ക് യു സോ മച്ച്. അത് Canadian $6.9. താങ്ക് യു. ആ ഗൈസ് ക്രൈസ്റ്റ് താങ്ക് യു സോ മച്ച് 100 രൂപീസ്. എന്നാ ഞാനും ഒന്ന് ക്രൈസ്റ്റ് താങ്ക് യു. ഗൈസ് ഒരു കാര്യം പറയണം. എടാ കണ്ണാപ്പി നിന്നെ ഒരു ബ്രോക്കർ ആക്കി തന്നാ പപ്പാടെ സ്ഥലം വിറ്റ് തരുമോ നീ? കമ്മീഷൻ തരാം ഗൈസ്. 90 സെന്റ് റബ്ബർ പാലൊക്കെ ഇതാക്കാൻ പറ്റുന്ന റബ്ബർ സ്ഥലം പപ്പയ്ക്ക് സ്ഥലം കൊടുത്തിട്ട് വേറൊരു ഇവിടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വീടിന്റെ മുറ്റത്തോട്ടുള്ള തന്നെ. പത്തനംതിട്ടയില്. ഗൈസ് ആർക്കെങ്കിലും വേണമെങ്കിൽ പ്ലീസ് ഡു കോണ്ടാക്ട് മീ. പപ്പേൻ്റെ അടുത്ത് കുറേ നാൾക്ക് ശേഷമാണ് ഒരു കാര്യം പറയുന്നത്.
അപ്പോൾ എനിക്കത് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അത് നാളെ തൊട്ട് അണ്ണന്റെ ശല്യമായിരിക്കും. ഇനി ഓരോരുത്തവർ ചുമ്മാ വിളിച്ച് സ്ഥലത്തിന് വില വെക്കും കേട്ടാ. അപ്പോൾ 90 സെന്റ് 90 സെന്റ് സ്ഥലം ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് മീ ഓർ വിനീത്. സീരിയസ് ബയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 10 സെന്റ് കൂടെ എക്സ്ട്രാ മേടിച്ചു കഴിഞ്ഞാൽ 1 ഏക്കറായി. അണ്ണാ എൻ്റെ ഫോണിൽ എന്തെങ്കിലും പ്ലേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആയി മാറും എനി സൊല്യൂഷൻ. അതെന്താ അണ്ണാ? എൻ്റെ ഫോണിൽ അണ്ണാൻ്റെ സ്ട്രീം ചെയ്യുമ്പോൾ എൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആയി മാറും എനി സൊല്യൂഷൻ എന്നോ? അബിബ്രോ സോഫ്റ്റ്വെയർ കോപ്പിറൈറ്റ്. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്തൊരു സന്തോഷ വാർത്ത പറയട്ടെ. ഇന്നലത്തെ ലൈവില് 42 കോപ്പിറൈറ്റ്. ഇന്നലത്തെ അല്ല, മെനഞ്ഞാന്നത്തെ ലൈവിന് സെന്റിന് റേറ്റ്. എടാ ഇവിടെ നോർമലി നമ്മുടെ ഇവിടെയൊക്കെ സെന്റിന്റെ റേറ്റ് 30,000. സെന്റിന് റേറ്റ് 30,000 ആണ്. നെഗോഷ്യബിൾ ആണ്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ജെന്യുവിൻ ബയേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോണ്ടാക്ട്. റബ്ബർ വിളയൊക്കെ ഉണ്ടോ? റബ്ബർ ഉണ്ടോ അവിടെ? അവിടെ റബ്ബർ ഉണ്ട്. വെട്ടാൻ പാകത്തിനുള്ള മരമാണ്. മനസ്സിലായ? ആണല്ലേ? അപ്പം ഞാൻ മേടിച്ചാലും നാളെ രാവിലെ ഇറങ്ങാല്ലേ? അതെ. എടാ നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പൊ പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ വയ്യാതൊക്കെ ഇരിക്കുമ്പോ ഇപ്പൊ അങ്ങോട്ടൊന്നും പോവാനും നോക്കി നടത്താനും ഒന്നും ആരുമില്ല. മനസ്സിലായി? അതപ്പോ അവിടെ വെറുതെ കിടന്ന് കാട് പിടിക്കുക. അപ്പൊ അതിൽ നല്ലത് വാങ്ങിച്ചിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിറ്റ് നശിപ്പിക്കുക കണ്ണാപ്പിയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ ഡോണി. ഡ്രസ് അയ്യോ സസ്പെൻഷൻ അല്ലേ തള്ളേ. പറടാ. വിനീത് ബ്രോയുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കാൻ പറയുമോ? അർജന്റാണ്. ഓസ്റ്റിൻ ബ്രോ. വിനീത് വൈഫിൻ്റെ അടുത്തോട്ട് പോയേക്കോ ബ്രോ. അവൻ്റെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അവൻ അതിൻ്റെ ഒരു തിരക്കിലാണ്. വരുമ്പോൾ ഞാൻ പറയാം ബ്രോ. എസ്റ്റർഡേ ന്യൂസ് കണ്ട് ആക്സിഡൻറ്റിന് കൂടുതൽ. അയ്യോ ഗൈസ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അത് ഞാൻ പറയാൻ മറന്നൊരു കാര്യമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ പോലും പറഞ്ഞതാണ്, ഈ അയ്യപ്പ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നോക്കിയൊക്കെ ഡ്രൈവ് ചെയ്യണമെന്ന്. മറ്റേ കപ്പിൾസ് ആയിട്ടുള്ള രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെ അച്ഛന്മാർ മരിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. വീട്ടിൽ നിന്നൊരു 3 കിലോമീറ്റർ ഇല്ല, 2 കിലോമീറ്റർ ഉള്ളു എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ എന്താ അവർ വീട് ഹണിമൂണൊക്കെ പോയിട്ട് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വന്നതാണ്. വീടെത്താൻ ഇനി ഇച്ചിരി ദൂരം ഉള്ളൂന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? വീടെത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വണ്ടി ഇടിച്ച് മരിച്ചു. അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും മരിച്ചു. അവരുടെ രണ്ടുപേരുടെ അച്ഛന്മാരും മരിച്ചു. ആകെ ഒരു ഭയങ്കര ശോകമാണ് ഇവിടെ. ഭയങ്കര എന്താ പറയുക, ഈ അയ്യപ്പ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് ഭയങ്കര ശോകമാണ് ഇറങ്ങുമ്പോൾ. കാരണം അവർ അപ്പം എനിവേ എന്തായാലും റെസ്റ്റ് ഇൻ പീസ്. വേറെ ഒന്നും പറയില്ല ഗൈസ്. എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കുക. നമുക്ക് അറപ്പിലോട്ട്. ഹലോ, ഹായ് ഹേലി മാഡം. Hi Vasu, what's happening? Just came. I got a family suspension.